സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സെയിൽ ചെയ്യുന്ന കേസിൽ GST റേറ്റ് വരുന്നത് 18%. പക്ഷേ ഇവിടെ ഒരു ബെനിഫിറ്റ് നമുക്കുണ്ട്, നോക്കാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു യൂസ്ഡ് കാറുണ്ട്. അതിൻ്റെ പർച്ചേസ് പ്രൈസ് 10 ലക്ഷം രൂപയാണ്. ഞാനത് സെയിൽ ചെയ്തു 12 ലക്ഷം രൂപക്ക്. ഇവിടെ 18% GST പേ ചെയ്യണം. പക്ഷേ അത് പ്രോഫിറ്റ് എമൗണ്ട് ആയിട്ടുള്ള 2 lakh റുപ്പീസിന്മേൽ മാത്രം പേ ചെയ്താൽ മതി. അതായത് GSTയിൽ നോർമലി നമ്മളൊരു ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ വാല്യൂവിന്മേലാണ് നമ്മൾ GST പേ ചെയ്യേണ്ടത്. പക്ഷേ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൻ്റെ കേസിൽ മാത്രം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം GST പേ ചെയ്താൽ മതി. ഇനി ഞാനിതിപ്പോൾ അത് ഫോർ എക്സാമ്പിൾ 9 ലക്ഷം രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് വിചാരിക്കുക ആ കാറ്. അവിടെ എനിക്ക് നഷ്ടം വില വരുന്നത്, ഞാൻ GST പേ ചെയ്യേണ്ട. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം GST പേ ചെയ്താൽ മതി. ഇനി ഈ സ്കീം പ്രകാരം നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.